എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് എൻ്റെ ഈ ഒരു ബിസിനസ്സിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തി കൊണ്ടുവന്ന എനിക്ക് ഈ ഒരു ബിസിനസ് അവസരം എൻ്റെ ഉള്ളം കയ്യിൽ വെച്ച് തന്നിട്ടുള്ള എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിന് നന്ദി പറയാനാണ് ഞാൻ ഈ ഒരു വേദി ഉപയോഗിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇതൊരു ബിസിനസ്സാണ് ഈ ഒരു അവസരം എന്ന് മനസ്സിലായിട്ടുള്ളത്. അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള ഈ ഒരു ബിസിനസ് അവസരം എൻ്റെ 3 തലമുറ വരെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനിയാണ്. ഒരിക്കലും ഒരു ബിസിനസ് ആണെന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ളത്. കുറച്ച് ഉൽപ്പന്നങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തിയതാണ്. ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ബിസിനസ് ഒക്കെ പറഞ്ഞപ്പോ ഞാൻ ആകെ മാറിയതാണ്. എനിക്ക് ഇതൊന്നും പറ്റില്ല. 7 മാസത്തോളം അവരെ ഞാൻ വട്ടം കറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഇതൊന്നും എനിക്ക് ഒരു ഒന്ന് MLM-ന്റെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ പറ്റിയോ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിനെ പറ്റിയോ ഈ പ്രൊഡക്ട്സ് നമ്മൾ കടയില്ലാതെ സെയിൽ ചെയ്യുന്നതിനെ പറ്റിയോ ഒന്നും എനിക്കൊരു അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാനത് അവർ വന്നപ്പോൾ നിരസിക്കാനുണ്ടായ കാരണം. പിന്നെ ഒരുപാട് പ്രാവശ്യം അവരെ ഇങ്ങനെ നെഗറ്റീവാക്കി വിടുന്നപ്പോ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനോട് നമ്മൾ ഇങ്ങനെ നോ പറയുന്ന സമയത്ത് ഉള്ളിലൊരു വിഷമം തോന്നിയപ്പോ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തയ്യാറായതാണ്. വാങ്ങിയപ്പോൾ അവരെന്നോട് 3 ID രജിസ്റ്റർ ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്തില്ല, 3 ID രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല. ഞാൻ 5000 രൂപയുടെ ഒരു ID ആക്ടിവേഷൻ ആയിക്കോളൂ, എനിക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഞാൻ ചെയ്യുന്ന മേഖലയിൽ നിന്ന് വിട്ടുപോരാനുള്ള ഒരു ബുദ്ധിമുട്ട്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നമുക്ക് അന്നന്ന് കിട്ടുന്ന വരുമാനം അത് എത്രയുണ്ടോ നമുക്കറിയില്ല. അത് മാറ്റി വെക്കാൻ ഒരിക്കലും ഞാൻ സ്റ്റാർട്ടിങ് സമയത്ത് തയ്യാറായിരുന്നില്ല. എന്നാൽ 5000 രൂപയ്ക്ക് ഒരു ID രജിസ്റ്റർ ചെയ്തു. അതിൽ നിന്ന് വാങ്ങിയ ഉൽപ്പന്നങ്ങൾ അമേസിംഗ് റിസൾട്ട് എൻ്റെ വീട്ടിൽ തന്നെ വന്നപ്പോൾ, അതായത് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന മുട്ടുവേദന ഏകദേശം 17 വർഷത്തോളം ഇംഗ്ലീഷ് മരുന്നിനെ ആശ്രയിച്ചിരുന്ന എൻ്റെ അമ്മയ്ക്ക് ഏകദേശം 1 മാസം നമ്മുടെ നോവേദന ക്യാപ്സ്യൂള്, നോവേദന ജെല്ല്, സ്പാർലുന, നഡ്സ്യം ഈ 4 ഉൽപ്പന്നങ്ങൾ വീട്ടിൽ അമ്മയ്ക്ക് കൊടുത്തപ്പോ ഭയങ്കരമായ ഒരു റിസൾട്ട്. എഴുന്നേറ്റ് നടക്കാൻ ഉള്ള ഒരു ആരോഗ്യം വന്നു, വേദനയ്ക്ക് കുറവ് വന്നു, നീര് പോയി, അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ വന്ന സമയത്താണ് ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒന്ന് തയ്യാറായത്. ഇത്രയും വർഷത്തോളം മാസത്തിൽ 2 പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് എന്താണ് അതിൻ്റെതായ ഒരു റിസ്ക് ഉണ്ട്. കാരണം വണ്ടി വിളിച്ച് വണ്ടിയിലേക്കൊക്കെ കസേരയിൽ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വേണം വണ്ടിയിലേക്ക് കയറ്റാൻ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ആ ഒരു സമയം എത്രത്തോളം പല ഡോക്ടർ ഇനി ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർഗം ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് ഈ ഒരു ഉൽപ്പന്നം എങ്ങനെ ഇത്രയേറെ റിസൾട്ട് വരുത്തി, ഇതെന്താണ്, അങ്ങനെയൊക്കെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് പതുക്കെ പതുക്കെ ഒരു ട്രെയിനിങ്ങിന് പോകാൻ തുടങ്ങി. നമ്മുടെ ഗ്രേറ്റ് ലീഡർ ശൈലേഷ് ബാലൻ സാറിന്റെ മുമ്പിൽ ഒരു ദിവസത്തെ ട്രെയിനിങ്ങിന് ഇരുന്ന സമയത്ത്, ഒരു മീറ്റിങ്ങിന് ഇരുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഇത് അമേസിംഗ് പ്രൊഡക്റ്റ് മാത്രമല്ല, ഇതിനുള്ളിൽ ഒരു ബിസിനസ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ, ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കാണുന്നുണ്ടോ ആ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരവസരത്തിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടതെന്നുള്ള ഒരു ചെറിയൊരു തിരിച്ചറിവ് എന്നെ ഈ ബിസിനസ്സിനെ പറ്റി പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഇന്ന് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ എത്താൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മന്തിൽ ബ്രാൻഡ് ന്യൂ ആണ്. എന്തായാലും ഈ ബിസിനസ് അവസരം വളരെ സീരിയസ് ആയിട്ട്, എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എനിക്കുണ്ടോ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് നല്ലൊരു ടീമിനോടൊപ്പം നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബിസിനസ്സിൽ വന്നതുകൊണ്ടല്ല, എവിടെയാണെങ്കിലും എന്തൊക്കെ നമുക്ക് വരുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മാറ്റി വെച്ചുകൊണ്ട്, അതായത് ഒരു റാങ്കിൽ ഏകദേശം ZPCന്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു അപ്ലൈൻ ഗ്രേറ്റ് RDCയിൽ നിൽക്കുന്ന ഒരു ലീഡർ വേറെ എന്തൊക്കെയോ കമ്പനികളിൽ പോയിട്ട് ചെന്ന് അവരെന്ത് ചെയ്ത് തൽക്കാലം ഈ ബിസിനസ്സിൽ നിന്ന് ഇതങ്ങ് മാറ്റിവെച്ച് അവരെടുത്ത ബിസിനസ്സാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചിട്ട് അതിന്റെ പുറകെ ഓടുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ഇവിടെയുള്ള ടീം പല വഴിക്കായി. ഇവിടെയുള്ള ടീമിനെയും കൂടെ ചിലപ്പോൾ ആ കമ്പനിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കി. അങ്ങനെ എന്താ പറയാ, തേരാപ്പാര വാലും തലയില്ലാതെ ഇപ്പൊ അവര് നടക്കുകയാണ്. വലിയ എന്താ പറയാ ബ്രാഞ്ചിൽ ഒരു വലിയ ഒരുപാട് സെയിൽസ് ഉള്ള ഒരു ലീഡർ ആയിരുന്നു.
അപ്പൊ അങ്ങനെയൊക്കെ അവര് ചെയ്ത സമയത്ത് നമ്മൾ എന്തായി, നമ്മുടെ ടീമിനെയൊക്കെ പലതിലേക്കും അവർ വലിച്ചുകൊണ്ട് പോയ സമയത്ത് നമ്മൾ വീണ്ടും സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. കാരണം നിലവിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മളൊരു ടീമിനെ ഉണ്ടാക്കി കൊണ്ടുവരികയാണെങ്കിൽ നമുക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പൊ ആ ടീമൊക്കെ ഒറ്റയടിക്ക് അവരെ കൂടെ വേറൊരു ഇതിലേക്ക് പോകുന്ന സമയത്ത് അന്നൊക്കെ നെഗറ്റീവായിട്ട് ഈ ഒരു ബിസിനസ് നിർത്തിയാലോ എന്ന് വരെ തോന്നിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം ഈ ഒരു ബിസിനസിന്റെ ഒരു കപ്പാസിറ്റി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ മാനേജ്മെന്റ് അത്ര സ്ട്രോങ് ആണ്, ലീഡേഴ്സ് സ്ട്രോങ് ആണ്, വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ അപ്ലൈൻ നിർത്തിപ്പോയാലും നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, സീറോയിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആണ്. രണ്ടാമത്തെ ID ഇന്ന് ഞാൻ സോണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1, 2, 3 IDയിലൊക്കെ നമുക്ക് ഇതിനകത്ത് വരുമാനം വാങ്ങാനുള്ള സാഹചര്യം നമുക്കുണ്ട്. ഇനിയും ഒരുപാട് പഠിക്കേണ്ടതുണ്ട്, ഇനിയും ഒരുപാട് വരുമാനങ്ങൾ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ശക്തമായ ലീഡേഴ്സ് ആരാണോ നമ്മളെ മുമ്പിൽ നിൽക്കുന്നത് അവരെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അപ്ലൈൻ ലീഡർ എന്ത് പറഞ്ഞാലും അത് ചിലപ്പോൾ ആദ്യം പറയുന്ന സമയത്ത് എനിക്ക് തോന്നും ഇത് ശരിയാണോ, ലീഡർ പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്ക് തോന്നും. പക്ഷെ രണ്ടാമത്തെ ദിവസം ലീഡർ പറഞ്ഞ കാര്യം കറക്റ്റ് ആയിരിക്കും, ഞാൻ ചിന്തിച്ച കാര്യം തെറ്റായിരിക്കും. അപ്പോ എന്താണ്, ലീഡർ എന്ത് പറയുന്നോ അത് ഞാൻ അനുസരിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. എന്താണ് സോറി. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ, വരുമാനം ഉണ്ടാക്കാനാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ ഒരു MI ലൈഫ് സ്റ്റൈൽ ഏറ്റെടുത്ത് ചെയ്യുന്നത്. വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന വരുമാനം, ചെറിയ വരുമാനമല്ല. ജോലിയിൽ നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ മുമ്പേ ഒരുപാട് കാര്യങ്ങൾ മുമ്പ് ഞാനൊരു പ്രാവശ്യം ഈ ഒരു മോർണിംഗ് മീറ്റിൽ വന്നിട്ടുണ്ട്. അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഇന്നും പറയാനുള്ളത്. കാരണം ഇത് ആവർത്തനത്തിന്റെയും ഓർമ്മപ്പെടുത്തലിന്റെയും ഒരു ബിസിനസ് മാത്രമാണ്. അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും ഒരു പക്ഷേ ഞാൻ ഇന്ന് സംസാരിക്കുന്നുണ്ടാവുക. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും മാറ്റി പറയാനില്ല. കൂടുതലായിട്ട് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് കൂടിയിട്ടുണ്ട്. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചേർഡ് ആയിട്ടുണ്ട് എന്നുള്ള അല്ലാതെ വേറെ ഒന്നും എനിക്ക് ഇതിനകത്ത് തരാനില്ല. ഒന്ന് സ്പീഡായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഈ ബിസിനസ് നമ്മൾ വളരെ സ്പീഡായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ഒരു സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ ഞാൻ എത്തിയ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഇതുവരെ നമ്മൾ എന്ത് ചെയ്തില്ല, സ്പീഡ് കുറച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്തു നാളെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചിരുന്നു, മറ്റന്നാൾ നമ്മൾ കുറച്ച് ചെയ്തു, അങ്ങനെ കുറച്ച് ചെയ്യുന്നതിന് പകരം ഒരു 3 മാസം സ്ട്രോങ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ മുമ്പിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. MI ഉത്സവം സീസൺ 5 നടക്കാൻ പോവുകയാണ്. സുബ്രഹ്മണ്യ സാറേ ഒക്കെ അല്ലേ? സീസൺ 5 ഏറ്റവും നല്ലൊരു ഇവന്റ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ശൈലേഷ് ബാലൻ സാർ നടത്തുന്ന MI ഉത്സവം സീസൺ 5 എന്ന് പറഞ്ഞ വലിയൊരു ഇവന്റ് നടക്കാൻ പോവുകയാണ്. വിശ്രമമില്ലാതെ, ഒരു സെക്കൻഡ് വിശ്രമിക്കാതെ ഒന്ന് നമ്മൾ ഓടാൻ തയ്യാറായാൽ ഒരു പക്ഷേ മാസ വരുമാനം 1 ലക്ഷം രൂപയിലേക്ക് എത്തിക്കാൻ ഇന്ന് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് പോലും വളരെ പെട്ടെന്ന് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്പീഡ് എന്ന സാധനം നമ്മൾ എന്നും ഓർക്കുക. ഈ ഒരു മോർണിംഗ് മീറ്റോട് കൂടി സ്പീഡ്, ഇന്ന് രാവിലെ നമ്മൾ ഒരു തീരുമാനം എടുക്കുകയാണ്. വളരെ സ്പീഡായിട്ട് ഫാസ്റ്റായിട്ട് നമ്മളെ ബിസിനസ് ഫെബ്രുവരി 20 നമുക്ക് എന്തിന് ഓരോ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഡേറ്റ് വെച്ച് നമ്മളൊന്ന് ഓടുകയാണെന്നുണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഫെബ്രുവരി 22ലേക്ക് സ്പീഡിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെ പെർഫോമൻസ് ബോണസ് മറന്നു പോകാതെ, ഞാൻ എൻ്റെ ഒരു ലിസ്റ്റാണ് ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ എന്താവണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഒരു പക്ഷേ ഇതിനകത്തുള്ള ലേഡീസ് ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ വലിയ ഉപകാരമാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എന്താണോ ചെയ്യാൻ പോകുന്നത്, അല്ലെ ഞാൻ എന്താണോ ചെയ്ത് നേടിയിട്ടുള്ളത്, ആ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ. അപ്പോൾ ഇനി മുന്നോട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫെബ്രുവരി 22-ാം തീയതി MI ഉത്സവം എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്തേക്ക് വലിയൊരു അച്ചീവ്മെന്റ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെന്തും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാണിച്ചു കൊടുക്കണം. 50,000 രൂപയുടെ ഒരു സ്റ്റോക്ക് ഇന്ന് STC റാങ്കിൽ നിന്നുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ഗോവ ട്രിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. STC റാങ്കിൽ വന്ന് എനിക്ക് ടീമിനെ നയിക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു, അതിന്റെ ഇടയിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം,
ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം. എൻ്റെ ഷോ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ഞാനൊരു ബ്യൂട്ടി പാർലർ മേഖലയിൽ നിന്നാണ് വരുന്നത്. മുമ്പേ ആ സ്ഥാപനം ഇപ്പോഴും ഉണ്ട്. ആ സ്ഥാപനത്തിൽ ആളുകൾ വരുന്ന സമയത്ത് അവർക്ക് നമ്മുടെ ഇപ്പം മാഡം ഒരു ഫേസ് വാഷിനെ പറ്റി പറഞ്ഞു. ആ ഫേസ് വാഷ് എല്ലാവർക്കും അത്യാവശ്യമുള്ള സാധനമാണ്. അതിന്റെ കൂടെ കോംബോ ആയിട്ട് നമ്മുടെ ഫെയർനെസ് ക്രീം വേണം. മുഖക്കുരുള്ള ആളുകളാണെങ്കിൽ താരന്റെ ഷാമ്പു കൊടുക്കണം. കാരണം താരൻ തലയിൽ നിന്ന് സ്കിന്നിലേക്ക് ഇറങ്ങിയിട്ട് മുഖത്ത് മുഴുവനും കുരു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ കോംബോ ആയിട്ടാണ് നമ്മൾ ആ പ്രൊഡക്ട്സ് കൊടുക്കേണ്ടത്. 3-in-1 ഫേസ് വാഷ്, ഫെയർനെസ് ക്രീം, അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഷാമ്പു. ഈ മൂന്നും ഒരുമിച്ച് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് റിസൾട്ടാണ്. അപ്പോൾ അതേപോലെ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, MI ഉത്സവം എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്തേക്ക് 50,000 രൂപയുടെ സ്റ്റോക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തിട്ടുണ്ട്. 50,000 രൂപയിൽ കുറയാത്ത ഒരു സ്റ്റോക്ക് ഒരു കാരണവശാലും എൻ്റെ കയ്യിൽ നിൽക്കാറില്ല. എപ്പോൾ നോക്കിയാലും ഒരു 50,000 രൂപയുടെ സ്റ്റോക്ക് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ആളുകൾ ചോദിക്കുന്ന സമയത്ത് എല്ലാ പീസും 2-3 വെച്ച് എൻ്റെ കയ്യിലില്ലെങ്കിൽ ഒരു പക്ഷേ അവർ ചോദിക്കുന്ന സമയത്ത് എനിക്ക് പ്രൊഡക്ട്സ് കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ ഈ ബിസിനസ്സിനകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരു 5,000 രൂപയുടെ സ്റ്റോക്ക് എടുക്കാൻ ഞാൻ 7 മാസത്തോളം മടിച്ചു നിന്നിട്ടുണ്ട്. അവിടെ നിന്ന് സ്റ്റോക്ക് എടുത്ത സമയത്ത് 5,000 രൂപയുടെ സ്റ്റോക്ക് എടുത്തപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, എൻ്റെ അപ്ലൈനോട് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 5,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ബിസിനസ് എന്നോ പ്രൊഡക്റ്റ് എന്നോ പറഞ്ഞ് എന്നെ കാണാൻ പാടില്ല. നമ്മുടെ സൗഹൃദങ്ങളിൽ വിള്ളൽ വരാൻ പാടില്ല. ഇനി ഞാൻ ഈ ബിസിനസ്സിനോ ഈ പ്രൊഡക്ട്സോ ഇനി ഞാൻ വാങ്ങില്ല. ഇത് ഞാൻ നമ്മുടെ ബന്ധം നിലനിർത്താൻ വേണ്ടി മാത്രം വാങ്ങിച്ചതാണെന്നാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ഒന്നുകൊണ്ട് മാത്രം എനിക്ക് ആവശ്യമായി വന്നു. പ്രൊഡക്റ്റുകൾ പല ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത ഉൽപ്പന്നത്തിന്റെ കൂടെ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഡാൻഡ്രഫ് ഷാമ്പു, ഫേസ് വാഷ്, ഫെയർനെസ് ക്രീം, ഇങ്ങനെ എൻ്റെ പാർലറിലേക്ക്, ബ്യൂട്ടി പാർലറിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് കസ്റ്റമർ ആരെങ്കിലും വന്നാൽ കൊടുക്കാം, ഇത് സെയിൽ ചെയ്യാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആരെങ്കിലും കൊടുക്കാം എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ ഇന്ന പ്രൊഡക്റ്റുകളായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് പല കസ്റ്റമറും എലമെന്റ്സിന്റെ ഉൽപ്പന്നങ്ങൾ, ഇപ്പോഴല്ല 4-5 വർഷം മുമ്പേ എലമെന്റ്സിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ കിട്ടുന്നുള്ളൂ. ആളുകൾ വീടുകളിലൊക്കെ പോയി കൊടുത്തിട്ട് രണ്ടാമത് അവിടേക്ക് പോകുന്നില്ല. ആദ്യം വാങ്ങിയ ഉൽപ്പന്നങ്ങൾ തീരുന്ന സമയത്ത് പിന്നീട് അവർ പോവില്ല. ഒരു കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി പിന്നെ അവർ ബിസിനസ് നിർത്തും. ഈ ബിസിനസിന്റെ സീരിയസ് മനസ്സിലാക്കാത്ത ആളുകൾ. അപ്പോൾ ഒരു വീട്ടിൽ ചെന്ന സമയത്ത് ഡാൻഡ്രഫ് ഷാമ്പു വാങ്ങിയതാണ്. അപ്പോൾ ഈ ഈ ഈ വാങ്ങിയ കുട്ടി എൻ്റെ അടുത്ത് വന്നത്, സൂപ്പർ സാധനമാണ് ചേച്ചി, ഇതില് പിന്നീട് എനിക്കിത് എവിടെ അന്വേഷിച്ചിട്ടും കിട്ടിയിട്ടില്ല, ഈ സാധനം എനിക്ക് എവിടെ നിന്നാ കിട്ടിയത് എന്നാണ് എന്നോട് ചോദിച്ചത്. ഇവര് വിചാരിച്ച് 5,000 രൂപയുടെ സാധനങ്ങൾ എൻ്റെ വീട്ടിലേക്ക് നോവേദന ക്യാപ്സ്യൂളും സ്പൈറലുന നട്ട്സും ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സാധനങ്ങളെ ഈ ഫേസ് വാഷ്, ഫെയർനെസ് ക്രീം, ഡാൻഡ്രഫ് ഷാമ്പു ഒക്കെ വാങ്ങാനുള്ളൂ. അപ്പോൾ 2-3 സാധനങ്ങളായിട്ട് ഞാൻ എൻ്റെ ഒരു 50,000 രൂപയുടെ സാധനങ്ങൾ വെക്കാനുള്ള ഒരു ഷോക്കേസിൽ 4-5 സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? കസ്റ്റമർക്ക് എന്താ തോന്നുക? ഈ സാധനങ്ങൾ സെയിൽ ചെയ്യാനുള്ളതല്ല, ഇതെനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ വാങ്ങി വെച്ചതാണെന്നാണ് അവർക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഇവരെന്റെ അടുത്ത് ചോദിച്ചു, ഇത് എവിടെന്നാ കിട്ടിയത്? ഈ വാങ്ങിയ സാധനം എനിക്കും കൂടെ ഒന്നും കൂടെ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ സെയിൽ ചെയ്യാൻ വെച്ചതാണ്, ഇത് ഞാൻ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിയ കൂട്ടത്തിൽ വാങ്ങിയതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ഒരു ഫ്രണ്ടിനെ നാളെ ഇങ്ങോട്ട് വിടാം, അവൾക്കാണ് ഇത് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫ്രണ്ട് രാവിലെ തന്നെ വരികയാണ്. ഞാൻ ഷോപ്പ് തുറന്നു. 9 മണി ആയിട്ടേ ഉള്ളൂ. 9:15 ആയപ്പോഴത്തേക്ക് ഈ കുട്ടി വന്നു എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ ഒരു ഡാൻഡ്രഫ് ഷാമ്പു ഉണ്ട് എലമെന്റ്സിന്റെ, അത് വാങ്ങാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, 220 രൂപയാണ് അന്നത്തെ നമ്മുടെ ഡാൻഡ്രഫ് ഷാമ്പുവിന്റെ വില. നമ്മൾ 315 രൂപയാണ് അതിന്റെ MRP. അപ്പൊ എനിക്ക് ഈ സാധനങ്ങൾ സെയിൽ ചെയ്യാൻ എത്ര പൈസക്ക് വാങ്ങണം എന്നൊന്നുമില്ല, നമുക്ക് അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, വലിയ പൈസയൊക്കെ വാങ്ങുന്നത് ശരിയില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്ന്. മാർക്കറ്റിംഗ് അറിയില്ല, സാധനങ്ങൾ വിൽക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് നഷ്ടം വരാത്ത രീതിയിൽ 220 രൂപയ്ക്ക് കിട്ടിയ സാധനം ഞാൻ എന്ത് ചെയ്യണം, ഒരു 250 രൂപയ്ക്ക് കൊടുക്കാം, 30 രൂപ മതി, കൂടുതൽ പൈസ ലാഭം എടുക്കാൻ ഒരിക്കലും എനിക്ക് മനസ്സ് വന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, 250 രൂപയ്ക്ക് കൊടുക്കാന്ന് മനസ്സിൽ വിചാരിച്ചപ്പോഴത്തേക്ക് 300 രൂപ എടുത്ത് എന്റെ കൈ തന്നിട്ട് പറഞ്ഞു, ഈ സാധനം എന്റെ ഫ്രണ്ട് വാങ്ങിയത് 300 രൂപയ്ക്കാണ്, 15 രൂപ ചേച്ചി എനിക്ക് വിട്ടു തരൂലേന്ന് ചോദിച്ചു. ഞാൻ ആകെ
കൺഫ്യൂഷനായി. സന്തോഷം കൊണ്ടോ എന്താണെന്നറിയില്ല. രാവിലെ തന്നെ വന്നൊരു കൈനീട്ടം 250 രൂപ തരാന്ന് പറഞ്ഞ് ഒരു ഡാൻഡ്രഫ് ഷാമ്പു ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ ഡാൻഡ്രഫ് ഷാമ്പുവിന് 300 രൂപ എന്റെ കയ്യിലേക്ക് എടുത്തു തരികയാണ്. സ്പോട്ടിൽ 80 രൂപ എനിക്ക് ലാഭം. അപ്പൊ ഞാന് എന്ത് പറഞ്ഞു, ശരിന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ആദ്യത്തെ കൈനീട്ടാണ്, ശരിന്ന് പറഞ്ഞു. അതിന് എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. പിന്നെ ഞാൻ ആ കാര്യം അങ്ങ് വിട്ട്. അതുമായിട്ട് പിന്നെ ഞാൻ എന്റെ ജോലിയുമായിട്ട് അങ്ങ് തിരക്കായി. ഈ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ട്. പിന്നീട് ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് എലമെന്റ്സിന്റെ സാധനങ്ങൾ ബാലുശ്ശേരി ജാസ്മിൻ ബ്യൂട്ടി പാർലറിൽ കിട്ടും എന്ന് പറഞ്ഞ് പല ആളുകളും എൻ്റെ അടുത്തേക്ക് ഓരോ പ്രൊഡക്റ്റിനായിട്ട് പേര് പറഞ്ഞു വന്നു. അന്ന് എനിക്ക് ഞാൻ വാങ്ങിയ സാധനങ്ങളെ പേരല്ലാതെ വേറെ ഒരു പ്രൊഡക്റ്റിന്റെ പേരും എനിക്ക് അറിയില്ല. ഞാനൊരു മീറ്റിങ്ങിനോ ട്രെയിനിങ്ങിനോ പോയിട്ടില്ല. അപ്പോ എന്താണ്, ഇവര് വന്ന് ചോദിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ എന്ത് പറഞ്ഞു, ഇനി ഇവിടെ കിട്ടില്ല. അത് മുമ്പേ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയ സമയത്ത് ഇവിടെ ബാലൻസ് ഉണ്ടായിരുന്ന മാത്രം ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ആ സാധനങ്ങൾ വാങ്ങിക്കാറില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇവരൊക്കെ തിരിച്ചയച്ചു. അങ്ങനെ പിന്നീടും ആളുകള് ബ്രാൻഡ് ചോദിച്ച് എലമെന്റ്സിന്റെ പ്രോഡക്ട്സ് ചോദിച്ച് വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ബുക്ക് എടുത്തു. ഇവര് പറയുന്ന സാധനത്തിന്റെ പേര് ഞാൻ എഴുതി വെച്ചു. ഇവരെന്താണോ ചോദിക്കുന്നത് ആ സാധനങ്ങളുടെ പേര് ഞാൻ എഴുതി വെച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 5-8 സാധനങ്ങൾ ആയ സമയത്ത് ഞാൻ എൻ്റെ അപ്ലൈൻ ലീഡറിനെ വിളിക്കുകയാണ്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ വിളിക്കുകയാണ്. 5000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ ഒരിക്കൽ പോലും ഈ ബിസിനസിന്റെ കാര്യം പറഞ്ഞോ പ്രൊഡക്റ്റിന്റെ കാര്യം പറഞ്ഞോ എന്നെ വിളിക്കരുത്, കാണരുത് എന്ന് പറഞ്ഞ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു 10000 രൂപയുടെ ഉൽപ്പന്നം കൂടെ വേണം. ഇവിടെ പല കസ്റ്റമറും വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഇവള് സന്തോഷത്തോടു കൂടി എന്നോട് പറയാണ്, നീ ഇനിയും സാധനങ്ങൾ വാങ്ങിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. എന്റെ സ്വഭാവം വെച്ച് ഒരു വരുമാനം നമ്മൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ മേഖല ആത്മാർത്ഥമായിട്ട് ഒരു വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണെങ്കിൽ ഞാൻ അതിൽ കൈവയ്ക്കുന്ന അവർക്കറിയാം. ഞാൻ ഈ ബ്യൂട്ടി പാർലർ മേഖലയിൽ ഞാൻ പഠിക്കാൻ വന്ന സമയത്ത് അവരവിടെ പ്രാക്ടീസിനുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പരിചയം ഏകദേശം 1 വർഷത്തോളം ഞങ്ങൾ നല്ല ഡെയിലി കാണുന്ന രീതിയിലുള്ള ഒരു പരിചയമുണ്ട്. അപ്പൊ എന്റെ സ്വഭാവങ്ങൾ ഏകദേശം അവർക്ക് മനസ്സിലാവും. അപ്പൊ ഒരു വരുമാനം കിട്ടുന്നതിലേക്ക് നമ്മൾ എടുത്ത് ചാടും, അത് നല്ല രീതിയിലാണെങ്കിൽ ചാടും എന്നുള്ള അവർക്ക് അറിയാം. അതാണ് ഒരു ബിസിനസ് ആയിട്ട് അവരെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒറ്റ ഐഡി മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി, 2-3 ഐഡി ഒന്നും ക്രിയേറ്റ് ചെയ്ത് വെക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് സന്തോഷത്തോടു കൂടി എന്നോട് പറഞ്ഞു, ഞാൻ അന്ന് 3 ഐഡി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 10000 രൂപയുടെ സാധനങ്ങൾ നിന്റെ ബ്രാഞ്ച് 1-ൽ 5000, ബ്രാഞ്ച് 2-ൽ 5000 അങ്ങനെയാക്കിയിട്ട് 10000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കാം. അങ്ങനെ തുടങ്ങിയ ഒരു ബിസിനസ് ആണിത്. അതിനുശേഷം ഒരു പ്രൊഡക്റ്റുകൾ എന്താണ്, ഓരോ പ്രൊഡക്റ്റിനെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ എന്താണ്, പുറമെ പുരട്ടുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഉള്ളിൽ കഴിക്കുന്ന എനിക്ക് ഇന്നാലും എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത് റിസൾട്ട് ഉണ്ടെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ആ പേടി എന്ത് ചെയ്ത്, ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിന് ഇരുന്ന സമയത്ത്, നമ്മുടെ ശൈലേഷ് ബാലൻ സാറിന്റെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ ഇരുന്ന സമയത്ത് എനിക്ക് വ്യക്തമായി മനസ്സിലായി, നമ്മൾ ഇന്ന് കഴിക്കുന്ന ഓരോ മരുന്നിനേക്കാളും ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയ, അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെ 100% വെജിറ്റേറിയൻ ആയിട്ടുള്ള, ആൽക്കഹോളിന്റെ കണ്ടന്റ് ഇല്ലാത്ത അത്യുഗ്രമായ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി 22ഓളം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്. അത് ആർക്ക് കൊടുത്താലും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത്, നമ്മൾ ഫുഡ് കഴിക്കുന്നത് പോലെ കഴിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അവിടെ നിന്നും ഒരു പ്രൊഡക്റ്റിനെ പറ്റിയും ഇന്ന് എനിക്ക് ഒരു സംശയമില്ല. വളരെ സീരിയസ് ആയിട്ട് ഏത് പ്രൊഡക്റ്റും ആർക്കും കൊടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് പ്രോഡക്റ്റ് ട്രെയിനിങ്ങിൽ ഇരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി. ഒരു ട്രെയിനിങ്ങോ മീറ്റിങ്ങോ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ അപ്ലൈൻ ലീഡറോ മേലെയുള്ള ഒരു ലീഡറും വിളിക്കുന്നത് കാത്തു നിൽക്കാറില്ല. അവരെ വിളിക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ കൊടുക്കാറില്ല. ഒരു സ്ലൈഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൽ ഞാൻ എത്തിയിരിക്കും. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും എനിക്ക് തലയിലേക്ക് ഏറ്റവും കൂടുതൽ കയറാനുള്ള കാരണം. മീറ്റിങ്ങും ട്രെയിനിങ്ങും സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യും. എനിക്ക് പറ്റാവുന്ന, എത്രയ്ക്ക് പറ്റില്ലെങ്കിൽ മാത്രമേ ട്രെയിനിങ്ങിന് ഞാൻ ഇല്ലാതിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ലീഡറോട് പറയും, സാർ ഞാൻ ഓക്കെയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അവിടെ എത്തിയിരിക്കും. അപ്പൊ അതാണ്. അപ്പൊ എന്നെ ആരും വിളിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. ഇങ്ങനെ നമ്മളെ വിളിക്കേണ്ടാത്ത ആളുകളിലേക്ക് നമ്മൾ ബിസിനസ് എത്തിക്കാൻ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ നല്ലൊരു ടീം നമുക്ക് ഉണ്ടാവുള്ളൂ. സിസ്റ്റത്തിലേക്ക് കയറുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ നമുക്ക് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ലിസ്റ്റ് ഇട്ട് പുതിയ ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിന്ന് രാവിലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞ എന്താണ്, വളരെ സ്പീഡായിട്ടാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നത്. ഇതുവരെ നമുക്ക് 4 വർഷമോ 5 വർഷമോ ഒക്കെ ആയിട്ടുണ്ടാവാം. പക്ഷെ 3 വർഷം കൊണ്ടും നമുക്ക് വലിയൊരു ഇൻകത്തിലേക്ക് എത്തിയിട്ടില്ലാത്ത
ആളുകൾ ഉണ്ടാവാം. ഇതൊക്കെ അവരവരുടെ പോരായ്മ തന്നെയാണ്. ലീഡേഴ്സിന്റെ അല്ല, കമ്പനിയുടെ അല്ല, പ്രൊഡക്റ്റിന്റെ അല്ല, ഒന്നുമല്ല. നമ്മളൊന്ന് റെഡി ആവാനുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒറ്റയ്ക്ക് റെഡി ആകുമ്പോൾ നമുക്ക് വളരെ സ്പീഡായിട്ട് ഈ ഒരു ബിസിനസ്സിൽ എല്ലാം എന്താ പറയാ, വരുമാനമായാലും നമ്മുടെ മെച്യൂരിറ്റി ആണെങ്കിലും എല്ലാം, ഇപ്പൊ ഈ സംസാരിക്കാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് പോലും എനിക്ക് ഈ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. നാലാളുടെ മുഖത്ത് നോക്കി ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയാൻ എന്താണ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കമ്പനിയുടെ ഒരു കഴിവ് തന്നെയാണ്. ഈ കമ്പനിയിൽ നമ്മുടെ ലീഡേഴ്സിനോടൊപ്പം ചേർന്നതിന് ശേഷം എന്ത് വന്നു കഴിഞ്ഞാലും, എന്തൊക്കെ സംസാരിക്കുക, ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് സംസാരിച്ച് തീർത്ത് ക്ലിയർ ആക്കിയിട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരങ്ങളുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ, മൈക്ക് പിടിച്ച് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ എത്തിയ സമയത്ത് നമുക്കറിയാം, നമ്മുടെ എല്ലാ ചൊവ്വാഴ്ചയിലും നളന്തയിൽ നമുക്ക് മീറ്റിംഗ് ഉണ്ട്, കമ്പനിയുടെ മീറ്റിംഗ് ഉണ്ട്. അവിടെ നമ്മൾ ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്തുന്ന സമയത്ത് നമ്മളെ സ്റ്റേജിലേക്ക് വിളിക്കും. ബ്രാൻഡ് ന്യൂ ആണെങ്കിൽ നമ്മൾ മൈക്ക് എടുത്ത് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. അപ്പോ സ്റ്റേജിലേക്ക് വിളിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സ്റ്റാറിൽ റൂബിയിലൊക്കെ ഞാൻ മീറ്റിങ്ങിന് എല്ലാ ആഴ്ചയിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ടീം കോർഡിനേറ്റർ ഫസ്റ്റ് ആയ സമയത്ത് എനിക്ക് എന്തോ ഒരു വൈബ്രേഷൻ, മീറ്റിങ്ങിന് പോകാൻ തോന്നുന്നില്ല. അവിടെ സ്റ്റേജിൽ കയറി ഞാൻ എന്ത് പറയും എന്ന് എനിക്ക് അറിയില്ല. അത് ഭയങ്കര ഉന്മേഷത്തോടു കൂടി എല്ലാ ആഴ്ചയിലും ഞാൻ പോയിരുന്ന ഞാന് TC ആയ ടീം കോർഡിനേറ്റർ ആവാൻ വേണ്ടി നമ്മളിങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുകയാണ്. പക്ഷെ ഉച്ചക്ക് 4 മണി ആ സമയം, നമ്മുടെ മീറ്റിങ്ങിന്റെ ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഭയങ്കര 2 മണിക്ക് രാവിലെ മുതലേ തുടങ്ങിയതാണ്. ഇന്ന് ഞാൻ എന്ത് സംസാരിക്കും, ഞാൻ എങ്ങനെ പോകും, പോകാണ്ടിരിക്കാനും പറ്റുന്നില്ല. 2 മണിയൊക്കെ ആയപ്പോ ഞാൻ പോകണോ വേണ്ടയോ, അന്ന് ഞാൻ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. കക്കോടി എത്തിയ സമയത്ത് അവിടെ ഇറങ്ങി ഇങ്ങോട്ട് പോന്നാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. മൈക്ക് പിടിച്ച് 5 മിനിറ്റ് എന്റെ എക്സ്പീരിയൻസ്, എന്റെ പേരെന്താണ്, എന്റെ നാട് ഏതാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്, ഈ കാര്യം പറയാൻ പറ്റുന്നില്ല. ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് എത്തിയ സമയത്ത് സ്റ്റേജിൽ കയറിയിരുന്ന് മൈക്ക് പിടിച്ച് പറയാൻ സാധിക്കുന്നില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് ബസ്സിൽ ബാലുശ്ശേരിയിൽ നിന്ന് കയറിയിട്ട് കക്കോടി എത്തിയ സമയത്ത് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ച് എങ്ങനെയൊക്കെയോ ഞാൻ ആ മാവൂർ റോഡിലെത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് എന്ത് ചെയ്ത് നാളന്തയിലെത്തി. അവിടെ നിന്നും തിരിച്ചു പോന്നാലോ എന്ന് ആലോചിച്ച് പിന്നെ ഞാൻ വിചാരിച്ച ഓട്ടോ പിടിച്ച് ഇവിടം വരെ എത്തിയതല്ലേ, എന്തായാലും കയറിയിരിക്കാം. ടീം കോർഡിനേറ്റർ ബ്രാൻഡ് ന്യൂ വിളിക്കുന്ന സമയത്ത് നമ്മൾ എണീക്കാതെ നിന്നിട്ട് കസേര തന്നെ ഇരിക്കാം, എന്നാ പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ, നമ്മൾ സംസാരിക്കണ്ടല്ലോ. അങ്ങനെ വിചാരിച്ച് നിന്ന് ഞാന് ടീം കോർഡിനേറ്റർ റാങ്ക് വിളിക്കുന്ന വിറയ്ക്കുക, എലിക്ക് പറയാം, നമ്മൾ പൂച്ചക്കുട്ടിക്കൊക്കെ വിറയ്ക്കുന്ന പോലെ ഞാനിങ്ങനെ തണുത്ത ഐസായി പോയിട്ടുണ്ട്. അപ്പോ ആ റാങ്ക് വിളിക്കുന്ന സമയത്ത് കസേരയിൽ നിന്ന് എണീക്കേണ്ട എന്നുള്ള ശക്തമായ തീരുമാനം ഞാൻ എടുത്തു. അപ്പൊ എന്ത് ചെയ്യാണ്, എന്റെ ലീഡർ വന്നിട്ട് പറയാണ്, എന്റെ അടുത്ത് വന്നിട്ട് പോയിരുന്ന് സംസാരിക്കണം, ബ്രാൻഡ് ന്യൂ അല്ലേ, അവര് വന്ന് നമ്മളെ തട്ടി പറയാണ്, എന്ത് പേടിക്കാനാ, മൈക്ക് പിടിച്ച് സംസാരിക്കാനല്ലേ, പേര് സ്ഥലവും മാത്രം പറഞ്ഞാൽ മതി, പ്രൊഡക്റ്റിന്റെ റിസൾട്ട് മാത്രം പറഞ്ഞാൽ മതി. ഉണ്ട് അവര് തന്ന ഒരു ധൈര്യം. ടീം കോർഡിനേറ്റർ വിളിച്ച് പോയിട്ട് ഞാൻ അവിടെ നിന്ന് സംസാരിച്ചു. 5 മിനിറ്റ് നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. തിരിച്ചു വരുന്ന സമയത്ത് വിറച്ച് ഞാൻ വീണു പോയാലോ എന്ന് വരെ അവസ്ഥയിലായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ടീം കോർഡിനേറ്ററിൽ നിൽക്കുന്ന സമയത്ത് 1000ങ്ങളിലേക്കും 10,000ങ്ങളിലേക്കും മുഖത്ത് കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ എനിക്ക് ഒരു മടിയും ഇല്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു ധൈര്യം എനിക്ക് കിട്ടിയത് ഞാൻ ട്രെയിനിങ്ങും മീറ്റിങ്ങും ചെറുതായിട്ട് സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ബിസിനസിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് വരുമാനം മാത്രമല്ല, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്ക് വളരെ സീരിയസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല ആളുകളിലേക്കും പല സ്ഥലങ്ങളിലും നമ്മൾ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ നമ്മൾ ആരും അല്ലായിരിക്കാം, പക്ഷെ നമ്മുടെ ബിസിനസ്സിൽ വരുന്ന സമയത്ത് നമ്മുടെ റാങ്ക് വെച്ചിട്ടും നമ്മുടെ പെരുമാറ്റം വെച്ചിട്ടും നമ്മുടെ ഒരു സംസാരം വെച്ചിട്ടും പല ആളുകൾക്കും നമുക്ക് എന്താണ് നന്ദിയുള്ളവരാണ്. പല ആളുകൾക്കും നമ്മൾക്ക് ഒരുപാട് പ്രൊഡക്റ്റ് കൊടുത്ത് റിസൾട്ട്, നമ്മൾ ഫീൽഡിലൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ റിസൾട്ട് പറയുന്ന സമയത്ത് നമുക്ക് വളരെ ഹാപ്പിയാണ്. നമ്മൾ കൊടുത്ത ഉൽപ്പന്നത്തിന്റെ റിസൾട്ട് അവർ ഇങ്ങോട്ട് പറയുന്ന സമയത്ത് 4 ഉൽപ്പന്നങ്ങൾ എക്സ്ട്രാ വീണ്ടും സെയിൽ ചെയ്യാൻ തോന്നും.
അപ്പൊ ഇങ്ങോട്ട് വിളിച്ച് ആളുകൾക്ക് പ്രൊഡക്റ്റ് ആവശ്യപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്ന കസ്റ്റമർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ജീവിക്കാനായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ബിസിനസ് ചെയ്യേണ്ടിയിരുന്നില്ല. നിലവിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, 4-5 സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഒരിക്കലും ജീവിക്കാൻ വേണ്ടി എനിക്ക് ഈ ബിസിനസ് ചെയ്യേണ്ടിയിരുന്നില്ല. പക്ഷെ ഞാൻ ഇന്ന് ഈ MI ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നത് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും, എൻ്റെ 3 തലമുറ വരെ എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവർക്ക് നടത്തി കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇന്ന് ഞാൻ ഈ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഒരു കാര്യം മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ. വളരെ സ്പീഡായിട്ട് നമ്മളിത് ചെയ്യുക. എല്ലാ ട്രെയിനിങ്ങിലും മീറ്റിങ്ങിലും നമ്മൾ പോവുക. ലീഡർ വിളിക്കാൻ കാത്തിരിക്കാതെ ഒരു സ്ലൈഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൽ ഞാൻ എത്തും. ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ നാളെ എൻ്റെ ടീമും എന്ത് ചെയ്യുള്ളൂ, ആ ഒരു പ്രോഗ്രാമിലേക്ക് വരുള്ളൂ. അപ്പോൾ എൻ്റെ ട്രീയിൽ ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ MIന്റെ ലോഗോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ട്രീ എടുത്തു കഴിഞ്ഞാൽ, ജീനിയോളജിയിൽ ട്രീ വ്യൂ എടുത്തു കഴിഞ്ഞാൽ ആദ്യം എന്നെയാണ് കാണുന്നത്. അതിന്റെ ബ്രാഞ്ച് 1ലും കുറച്ച് ടീമിനെ ഞാൻ സെറ്റാക്കുന്നു, ബ്രാഞ്ച് 2ലും ഞാൻ കുറച്ച് ടീമിനെ സെറ്റാക്കുന്നു. ഇവരുടെ കാര്യമല്ലാതെ മേലോട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതൽ സ്ട്രെസ് കൊടുക്കാൻ പാടില്ല. ലീഡേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ സീരിയസ് ആണെങ്കിൽ ലീഡേഴ്സ് നമ്മളെ സീരിയസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും, നമ്മളെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ ട്രീ മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക, ശക്തമായി ഇങ്ങനെ തന്നെ നമ്മളെ ടീമിനെയും പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ വലിയ വിജയങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടൊന്നും എനിക്ക് എന്താ പറയാ, ഓർമ്മപ്പെടുത്താനോ പറയാനോ ഇല്ല. പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ട് ഒരുപാട് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്തായാലും ഒരു തീരുമാനം എടുക്കുക, ശക്തമായ ഒരു തീരുമാനം എടുക്കുക. ഞാൻ ഈ ബിസിനസ്സിൽ വളരെ സീരിയസ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് വിജയിക്കാൻ മുന്നോട്ട് വന്നയാളാണ്. ഈ ബിസിനസ്സിൽ ഞാൻ വന്നിട്ടുള്ളത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ഈ വരുമാനം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആളുകളുടെയും ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലും പുതിയ പ്രൊഡക്ട്സുകൾ വന്നിട്ടുണ്ട്. നല്ല വിറ്റാമിൻ സി ഉണ്ട്, മുരിങ്ങയുടെ ഉണ്ട്, അങ്ങനെ ഒരുപാട് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ കമ്പനി വെച്ച് തന്നിട്ടുണ്ട്. നമ്മൾ സീരിയസ് ആയിട്ട് പ്രവർത്തിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നിലവിൽ കിട്ടുന്ന വരുമാനത്തിന്റെ 10 മടങ്ങ് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് മുന്നിൽ കിട്ടിയിട്ടുള്ളത്. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാന്നുള്ളതാണ്. ഇത് നമ്മൾ ഏറ്റെടുത്ത് നമുക്ക് ചെയ്യാൻ ഉള്ളിലൊരു ബോധം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റിങ്ങും ട്രെയിനിങ്ങും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാവുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് മാറി നിൽക്കാൻ കഴിയാത്ത രീതിയിൽ നമുക്ക് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ട്രെയിനിങ്ങും മീറ്റിങ്ങും നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ. ഏതൊരു മേഖലയിലാണെങ്കിലും അതിൻ്റെതായ ട്രെയിനിങ്ങും മീറ്റിങ്ങും ഉണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ജോലിയാണെങ്കിൽ പോലും അതിൻ്റെതായ ട്രെയിനിങ്ങും മീറ്റിങ്ങും ഉണ്ട്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ട്രെയിനിങ്ങും മീറ്റിങ്ങും ചെറിയ ചെറിയ ഇത് വെച്ചുകൊണ്ട്, പൈസ വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചെടുക്കുകയാണ്. പഠിച്ചു തീരണമെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ശൈലേഷ് ബാലൻ സാറ് പോലും ഈ കമ്പനിയെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ എവിടെയാണ്, ഒന്നും അറിയില്ല. ഒരു 5% മാത്രമേ എനിക്ക് ഈ കമ്പനിയെ പറ്റി അറിയൂ. കാരണം നമ്മൾ ചെയ്ത ജോലിക്ക് കൃത്യമായിട്ട് നമ്മുടെ പ്രൂഫ് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ആഴ്ചയിൽ കമ്പനി തരുന്നുണ്ട്. ഈ കമ്പനിയിലെ പ്രൊഡക്റ്റ് എല്ലാം നല്ലതാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. അത് വെച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഏകദേശം 41,200 രൂപ എനിക്ക് വരുമാനം 2 ഐഡിയിലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. ഇനിയും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനും അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ എന്താണ്, വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും ഏറ്റെടുക്കുക. പുതിയ വ്യക്തികളോട് തന്നെ എനിക്ക് പറയാനുള്ളത് ഇത് പിടിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഈ ബിസിനസ്സിൽ നിന്ന് വിട്ടുപോകാതെ പിടിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മളെ ഒരുപാട് പരീക്ഷിക്കും. ഈ കമ്പനിയിൽ നമുക്ക് തരാൻ പോകുന്നത് ഒരൈഡിയിലൂടെ ആഴ്ചയിൽ 2,10,000 രൂപയാണെങ്കിൽ അത് വാങ്ങാൻ ധൈര്യമുള്ള ഒരു മനസ്സും ഒരു കൈയും നമുക്ക് ഉണ്ടാവണമെങ്കിൽ, കരുത്തും ഉണ്ടാവണമെങ്കിൽ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം.
അപ്പൊ അതുകൊണ്ട് ഒരുപാട് നമ്മൾ എന്ത് ചെയ്യും, ദൈവം പരീക്ഷിക്കും. ഇത് വാങ്ങാൻ അർഹത ഉള്ള ഒരു കൈയായിരിക്കണ്ടേ നമ്മുടേത്. അപ്പോൾ ദൈവം നമ്മളെ പല രീതിയിൽ പരീക്ഷിക്കുന്നതാണ് നമുക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും. അതൊക്കെ കണ്ണടച്ച് മാറ്റി വിട്ടേക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സീരിയസ് ആയിട്ട് നമ്മുടെ ടീമിനോടൊപ്പം ചേർന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ സന്തോഷാവുക. നമുക്കൊരു STC റാങ്ക് വരെ നമുക്ക് കിട്ടുന്നത് വെറും സ്റ്റൈപ്പൻഡ് മാത്രമാണ്, വലിയ വരുമാനമല്ല. അതിന്റെ മേലോട്ട് പോകുന്ന സമയത്താണ് നമുക്ക് വലിയ വലിയ വരുമാനങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. ഒരു എന്താ പറയുക, 12 സ്റ്റെപ്പ്, ഒരു 12 സ്റ്റെപ്പ് ജേണിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിൽ സ്റ്റാർ, റൂബി, TC, ATC, DTC ഇങ്ങനെ പറഞ്ഞ ഒരു 12 സ്റ്റെപ്പ്, ITC, സ്റ്റാർ ടു ITC വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് പിടിച്ചു നിൽക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ഒരു തീരുമാനം എടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല രീതിയിലുള്ള വരുമാനങ്ങൾ, ചെറിയ ചെറിയ വരുമാനങ്ങൾ ഏൺ ചെയ്തുകൊണ്ട് മാസം 1 ലക്ഷം രൂപ വരുമാനത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കമ്പനി നമുക്ക് ചലോ തായ്ലൻഡ് എന്ന് പറയുന്ന വലിയൊരു തായ്ലൻഡിലേക്ക് ഒരു യാത്ര വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇന്ന് മുതൽ പ്രവർത്തിച്ചാൽ പോലും നമുക്ക് തായ്ലൻഡിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ തായ്ലൻഡിലേക്ക് പോകണം, പാസ്പോർട്ട് എടുത്ത് വെക്കണം. ഇന്നലെ നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്, തായ്ലൻഡ് ഒക്കെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ പാസ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെച്ച് തായ്ലൻഡിലേക്കുള്ള ഒരു മനോഹരമായ യാത്രയിലേക്ക് എനിക്ക് വേണ്ടത് എന്താണ്, എൻ്റെ റാങ്കിൽ എന്താണ് എനിക്ക് വേണ്ടതെന്ന് വെച്ച് നല്ല സ്പീഡായിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഇന്നലെ നെക്സസ് എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാമിനകത്തേക്ക് പെർഫോമൻസ് ബോണസ് 3 പെർഫോമൻസ് ബോണസ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഗ്രാൻഡ് റെക്കഗ്നൈസേഷൻ ഉണ്ടാവും. ഇന്നലെ 1 മന്ത് പെർഫോമൻസ് അടിച്ചവർക്ക് തന്നെ നമ്മുടെ കാലിക്കറ്റ് കമ്പനിയുടെ മീറ്റിംഗിൽ ഗ്രാൻഡ് റെക്കഗ്നൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ 3 എണ്ണം ഒരുമിച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഇനി നമ്മുടെ മുമ്പിൽ ഈ മാസം മുതൽ നമ്മൾ പെർഫോമൻസ് ബോണസ് അടിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ വലിയ റെക്കഗ്നൈസേഷൻ കിട്ടുള്ളൂ. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഈ ഒരു മോർണിംഗ് മീറ്റിൽ ഇരുന്നതിന് ശേഷം ഒന്ന് സ്പീഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാന്നുള്ളതാണ്. ഒരുപാട് എക്സ്പീരിയൻസ് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈമില്ല. 7 മണിക്ക് ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കണം. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വർക്കുള്ളതാണ്, സ്പീഡിൽ ഇറങ്ങുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ലേഡീസ് ഒക്കെ ആണെങ്കിൽ എന്തായാലും വീട്ടിലെ ജോലി ഉണ്ടാവും, അതൊക്കെ നേരത്തെ തീർത്ത് വെച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊന്ന് ഫീൽഡിൽ മാത്രം നമ്മൾ നിൽക്കുകയാണെങ്കിലേ നമുക്ക് ഈ വിജയങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഒരു മോർണിംഗ് മീറ്റോട് കൂടി എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ, വലിയൊരു തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ. നമ്മളുള്ളിൽ തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ സ്വയം ഒരു തീരുമാനം എടുക്കുക, എനിക്ക് ഈ ബിസിനസ്സിൽ എന്ത് നേടാൻ പറ്റും, എനിക്ക് ഏത് റാങ്കിലേക്ക് എത്താൻ പറ്റും. നമ്മൾ എടുത്ത തീരുമാനം നമ്മുടെ അപ്ലൈൻ ലീഡറിനെ നമ്മൾ അങ്ങോട്ട് വിളിച്ച്, അല്ലെങ്കിൽ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലീഡർ നമുക്ക് ഉണ്ടാവുമല്ലോ, ആ ലീഡറിനെ വിളിച്ച്, സാർ എനിക്ക് ഇന്ന റാങ്കിലേക്ക് എത്തണം, ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന റാങ്കിലേക്ക് എത്തണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങോട്ട് ചോദിക്കുക. ഒരു എന്താ പറയുക, വിനീതമായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വലിയ വിജയങ്ങളിലേക്കും വലിയ റാങ്കിലേക്കും വലിയ വരുമാനത്തിലേക്കും എത്താൻ സാധിക്കും. അപ്പോൾ ശക്തമായ ഒരു തീരുമാനം എടുക്കാനും വളരെ സ്പീഡ് കൂട്ടി ബിസിനസ് ചെയ്യാനും ഉറച്ചു നിന്ന് പ്രവർത്തിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു മോർണിംഗ് മീറ്റിൽ എന്നെ ക്ഷണിച്ചിട്ടുള്ള ലീഡേഴ്സിന് നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം ഈ ഒരു മീറ്റിംഗിൽ നിന്ന് വിടവാങ്ങുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് മൈലൈ.